വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ CRT ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ജിയോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പണവും സമ്പദ് വ്യവസ്ഥയും എന്നാണ്. ഇതിൽ നമുക്കറിയാം പണവുമായി ബന്ധപ്പെട്ട എല്ലാ ടേംസുകളും വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. എക്കണോമിക്സ് കേട്ടോ, എക്കണോമിക്സിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു CRTയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് PSC പഠിക്കുന്നവർക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ CRT ക്ലാസ്സുകൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PSC റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ടോപ്പിക് വൈസ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് എന്താണ് 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പണവും സമ്പദ് വ്യവസ്ഥയും എന്നാണ്. സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എത്രയെത്ര കൈമാറ്റങ്ങളാണ് ദിനം പ്രതി നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വ്യക്തികൾ, ഉൽപ്പാദന യൂണിറ്റുകൾ എന്നിവ തമ്മിൽ നടത്തുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇത്തരം കൈമാറ്റങ്ങൾ സുഗമമായത് പണത്തിൻ്റെ ആവിർഭാവത്തോടെയാണ് അല്ലേ? നമ്മൾ എന്താ പറയുന്നത്, വ്യക്തികൾ, ഉൽപ്പാദന യൂണിറ്റുകളൊക്കെ സാധനങ്ങളും സേവനങ്ങളും തമ്മിലുള്ള കൈമാറ്റങ്ങൾ നടത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ എന്താവശ്യമാണ്? പണം എന്ന് പറയുന്നത് ആവശ്യമാണ്. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണം എന്ന് വിളിക്കാം. അപ്പോൾ പണം എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സ്വീകരിക്കുന്ന എന്ത് സംഭവത്തിനെയും എന്ന് വിളിക്കാം? പണം എന്ന് വിളിക്കാം. സാധന സേവന കൈമാറ്റങ്ങൾ വേഗത്തിലാക്കിയതും വിശേഷീകരണം സാധ്യമാക്കിയതും പണമാണ്. അതല്ലേ? പെട്ടെന്ന് കൈമാറ്റങ്ങളൊക്കെ നടത്തുമ്പോൾ, സാധന സേവനങ്ങളൊക്കെ കൈമാറ്റം നടത്തുമ്പോൾ അവിടെ എന്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് പണമാണ് അല്ലേ? നമുക്ക് ഒരു സാധനം വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ സേവനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? പണമാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അതിൻ്റെ ഉൽപ്പാദനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് അവരുടെ ഉൽപ്പന്നമായ റബ്ബർ പണരൂപത്തിൽ മാറ്റാൻ കഴിയുന്നത് കൊണ്ടും ആ പണം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് ഉൽപ്പാദനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയുന്ന എന്ത് കാരണമാണ്? ഈ റബ്ബർ വിറ്റിട്ട് വേണം അവർക്ക് പണം ലഭിക്കുന്നതിനായിട്ട് അല്ലേ? അപ്പോൾ ഈ പണം ഉപയോഗിച്ചിട്ട് വേണം അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായിട്ട്. അത് കാരണമാണ് അവർക്ക് അതിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നതിനായിട്ട് പറ്റുന്നത്. പണത്തിൻ്റെ രൂപങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുമെങ്കിലും പണമില്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഉപഭോക്താക്കൾ, ഉൽപ്പാദകർ, വിതരണക്കാർ എന്നീ തലങ്ങളിൽ പണം മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. പണം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു കാര്യം നമുക്ക് ആലോചിക്കാനായിട്ട് പറ്റില്ല അല്ലേ? കാരണം എന്താണ്? നമ്മൾ ഉപഭോക്താക്കളെ സംബന്ധിച്ചും ഉൽപ്പാദകരാണെങ്കിലും വിതരണക്കാരാണെന്നുണ്ടെങ്കിലും എന്താണ് ഈ പണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ബാങ്കുകളാണ് അല്ലേ? പണത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന ആരാണ്? ബാങ്കുകളാണ്. പണത്തിൻ്റെ ധർമ്മങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് ചിത്രം 5.2 ഒരു കുട്ടി പറയുന്നുണ്ട്, അമ്മ തന്ന പണം ഉപയോഗിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരന് ജന്മദിന സമ്മാനം വാങ്ങി. പിന്നെന്താ പറയുന്നത്? ഞാൻ ഇന്ന് വാങ്ങിയ പേനയുടെ വില 10 രൂപയും പെൻസിലിൻ്റെ വില 7 രൂപയുമാണ്. പിന്നെന്താ? സുമയുടെ അച്ഛൻ സ്ഥലം വിറ്റ് കിട്ടിയ പണം അവളുടെ ഉപരിപഠനത്തിനായി ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. മാർക്കറ്റിൽ കൊടുത്ത നെല്ലിൻ്റെ പണം അടുത്ത ആഴ്ച തരാമെന്ന് കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പണം എന്ന് പറയുന്നത് എന്തൊക്കെ ഇടപെടലാണ് നടത്തുന്നതെന്നാണ് നമുക്ക് പിക്ചറിൽ കാണാനായിട്ട് പറ്റിയത്. അല്ലാതെ നമുക്കറിയാം, അതാണ് പിക്ചറിലൂടെ പറയുകയാണ്. ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിവിധ സാധന സേവനങ്ങളുടെ വില താരതമ്യം ചെയ്യുന്നതിനും സമ്പാദ്യം, ആസ്തി എന്നിവയുടെ മൂല്യം ശേഖരിച്ച് വെക്കുന്നതിനും അതുപോലെ വായ്പ നൽകുന്നതിനും കടം വാങ്ങുന്നതിനും പണം സഹായിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? സാധനങ്ങൾ സേവനങ്ങളൊക്കെ വാങ്ങുന്നതിന് നമുക്ക് എന്താവശ്യമാണ്? പണം ആവശ്യമാണല്ലോ. അത് വിൽക്കുന്നതിന് പണം ആവശ്യമാണ്. അതുപോലെ തന്നെ സാധനങ്ങളുടെ വില താരതമ്യം ചെയ്യാനായിട്ട് അല്ലേ? ഇപ്പോൾ ഈ പേനയ്ക്ക് ഇത്ര വിലയായി, പെൻസിലിന് ഇത്ര വിലയാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെ താരതമ്യം ചെയ്യുന്നതിനുമായിട്ടും അവിടെ പണം ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് എന്തെങ്കിലും ശേഖരിച്ച് വെക്കാൻ അല്ലേ? നമ്മുടെ ആസ്തികളായിട്ട് ശേഖരിച്ച് വെക്കുന്നതിനായിട്ട് എന്താണ്? പണമാണ് അവിടെ അല്ലേ ശേഖരിച്ച് വെക്കുന്നത്. വായ്പ നൽകുന്നതോ കടം വാങ്ങുന്നതോ ഒക്കെ എന്താണ്? പണമാണ്. അപ്പോൾ പണത്തിൻ്റെ ധർമ്മങ്ങളാണ് അല്ലേ ഇതൊക്കെ.
ഇനി പണത്തിൻ്റെ പൊതുവായ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വിനിമയ ഉപാധി ഒന്നെന്ന് പറയുന്നത് വിനിമയ ഉപാധിയാണ്. എങ്ങനെയാണ് വിനിമയ ഉപാധി പണത്തിൻ്റെ ധർമ്മമായിട്ട് മാറിയെന്ന് നമുക്ക് നോക്കാം. സാധനങ്ങളും സേവനങ്ങളും വിറ്റ് പണമാക്കാനും ആ പണം ഉപയോഗിച്ച് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കും അല്ലേ? നമ്മൾ ഒരു സാധനം വിറ്റ് പണമാക്കാനായിട്ട് പറ്റും. നമ്മൾ സാധനം ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നിട്ട് ഇവിടെ പറയുന്നത്, ഉദാഹരണത്തിന് അധ്വാനം പ്രദാനം ചെയ്ത് അതിൻ്റെ പ്രതിഫലം പണരൂപത്തിൽ വാങ്ങുവാനും അതുപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കുന്നു. അതായത് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കൃഷി ചെയ്യുകയാണ് അല്ലേ, നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വിറ്റിട്ട് എന്താണ് നമുക്ക് കാശ് കിട്ടുന്നുണ്ട് ഇല്ലേ? ഈ കാശ് ഉപയോഗിച്ച് നമുക്ക് വേറെ ആവശ്യങ്ങളുണ്ടായിരിക്കും. അതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കുന്നതിനായിട്ട് പറ്റും അല്ലേ? അതുപോലെ തന്നെ എന്താണ് അവിടെ നമ്മൾ എന്താണ് പ്രയോഗിച്ചിട്ടുള്ളത്? അധ്വാനം മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത് അല്ലേ? അധ്വാനം പ്രയോഗിച്ചിട്ടാണ് അവിടെ പണം ലഭിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം അതാണ് പറയുന്നത്. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ എണ്ണമറ്റ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് പണത്തിൻ്റെ പങ്ക് നിർണായകമാണ്. അപ്പം നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? വിനിമയ ഉപാധി അല്ലേ? വിനിമയ ഉപാധി എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയാണ്. മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയായിട്ടും എന്ത് പ്രയോഗിക്കുന്നുണ്ട്? പണം. പണത്തിൻ്റെ ധർമ്മമാണ് മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി എന്ന് പറയുന്നത്. എല്ലാ വസ്തുക്കളുടെയും മൂല്യം പണരൂപത്തിൽ പ്രകടിപ്പിക്കാൻ സാധ്യമാണ്. ബാർട്ടർ സമ്പ്രദായത്തിൽ ഒരു വസ്തുവിൻ്റെ മൂല്യം മറ്റൊരു വസ്തുവിൻ്റെ മൂല്യവുമായി താരതമ്യം ചെയ്യുക എളുപ്പമായിരുന്നില്ല. ബാർട്ടർ സമ്പ്രദായം എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ ഒരു കൈമാറ്റ രീതിയായിരുന്നു ഈ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് അവരിപ്പം ജസ്റ്റ് ഇപ്പോൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ പച്ചക്കറി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേറെ ആൾക്കാർ ഇപ്പോൾ എന്തുട്ടാ പറയുക, ഒരു പാലാണ് അവിടെ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പാൽ ഇങ്ങോട്ട് കിട്ടൂലേ? അപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാണ് നമ്മൾ ഈ കാശിന് പകരം എന്ത് ചെയ്യാണ്? നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അവരുടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കാം അല്ലേ? അപ്പോൾ അതിനെയാണ് അങ്ങനത്തെ കൈമാറ്റ രീതിയല്ലേ നമ്മൾ എന്ന് പറഞ്ഞത് ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മൂല്യമില്ല അല്ലേ? ഇപ്പം നമുക്ക് ചിലപ്പോൾ പാലിനായിരിക്കും വില കൂടുതൽ, ചിലപ്പോൾ പച്ചക്കറിക്കായിരിക്കും വില കൂടുതൽ. അവിടെ വില എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. അതായത് പണം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ പണം രണ്ട് വസ്തുക്കളുടെ മൂല്യങ്ങളുടെ താരതമ്യം എളുപ്പമാക്കി. അപ്പോൾ ഈ പണം വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിന് ഇത്ര വില ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മറ്റേതിന് അങ്ങനെ താരതമ്യം ചെയ്യുന്നതിനായിട്ട് പറ്റിയത് അല്ലേ? പണത്തിൻ്റെ വരവോട് കൂടിയാണ്. വസ്തുവിൻ്റെ മൂല്യം എന്നത് ക്രയവിക്രയ പ്രക്രിയകളിൽ അതിന് നിശ്ചയിക്കപ്പെട്ട വിലയാണ്. വസ്തുക്കളുടെ മൂല്യം പണരൂപത്തിൽ അളക്കുന്നത് പോലെ പണത്തിൻ്റെ മൂല്യം മറ്റു വസ്തുക്കളുടെ രൂപത്തിലും പ്രകടിപ്പിക്കാവുന്നതാണ്. വസ്തുക്കളുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മൾ പണരൂപത്തിലാണ് അളക്കുന്നത് അല്ലേ? വസ്തുക്കളുടെ മൂല്യം നോക്കുന്നത് എങ്ങനെയാണ്? അവിടെ നമ്മൾ പൈസ നോക്കിയിട്ടല്ലേ, കാശ് നോക്കിയിട്ടാണ് നമ്മളിവിടെ അളക്കുന്നത് അല്ലേ? അതുപോലെ പണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് മറ്റു വസ്തുക്കളുടെ രൂപത്തിലും പ്രകടിപ്പിക്കാം. പണത്തിൻ്റെ മൂല്യം എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ വാങ്ങൽ ശേഷിയാണ് എന്ന് പറയുന്നത് പണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. പണത്തിൻ്റെ മൂല്യം എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ വാങ്ങൽ ശേഷിയാണ്. സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറയുന്നു. സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങൽ ശേഷി കുറയില്ലേ? എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വാങ്ങിക്കില്ലേ? നമുക്ക് പണത്തിന് ഇപ്പോൾ നല്ല എന്താണ് പറയുക, ഇപ്പോൾ ജസ്റ്റ് പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കട്ടെ, വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വില വർദ്ധിച്ചു. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ എന്ത് ചെയ്യും? ബാങ്കിൽ കുറയും അല്ലേ ചെയ്യുന്നത്? പണത്തിൻ്റെ അവിടെ വാങ്ങൽ ശേഷി കുറയാണ് ചെയ്തത് അല്ലേ? അതുപോലെ വില കുറയുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കൂടും. അതായത് നമ്മൾ നന്നായിട്ട് വാങ്ങിക്കും, അപ്പോൾ അവിടെ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കൂടാണ് ചെയ്തത് അല്ലേ? പണത്തിൻ്റെ ക്രയശേഷിയിലുണ്ടാകുന്ന മാറ്റം അനുഭവപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പമോ പണച്ചുരുക്കമോ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയായിട്ടും നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? പണം ഉപയോഗിക്കുന്നുണ്ട്. ഈ നെക്സ്റ്റ് ആണ് മൂല്യശേഖര ഉപാധി എന്ന് പറയുന്നത്. എന്താണ് മൂല്യശേഖര ഉപാധി എന്ന് വെച്ചാൽ, പണം എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായതോടുകൂടി ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം പണരൂപത്തിൽ ശേഖരിച്ച് വയ്ക്കാൻ കഴിയുമെന്നായി അല്ലേ? പണം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് സ്വീകരിച്ച കാരണം തന്നെ ഈ പണം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വസ്തുവിൻ്റെ മൂല്യം എന്ന് പറയുന്നത്
പണരൂപത്തിൽ വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ബാർട്ടർ സമ്പ്രദായത്തിൽ ഇത് സാധ്യമായിരുന്നോ? അല്ല അല്ലേ, ബാർട്ടർ സമ്പ്രദായത്തിൽ ഇത് സാധ്യമായിരുന്നില്ല. ഇതിലൂടെ എളുപ്പത്തിൽ നശിച്ചു പോകുന്ന വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം പണരൂപത്തിലേക്കോ ആസ്തിയിലേക്കോ മാറ്റി ഭാവിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, പണം എല്ലാവർക്കും സ്വീകാര്യമായതോടു കൂടിയാണ് ഈ പണം എന്ന് പറയുന്നത് ശേഖരിച്ച് വെക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ജസ്റ്റ് വേറെ എന്തെങ്കിലും സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോവില്ലേ, പക്ഷേ പണം ചീഞ്ഞു പോവില്ല. പണം എന്ന് പറയുന്നത് നമുക്ക് ശേഖരിച്ച് വെക്കാനായിട്ട് പറ്റും. അതാണ് ഈ മൂല്യശേഖര ഉപാധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കാനായിട്ട് പറ്റുന്നത്. പണം നമുക്ക് ശേഖരിച്ച് വെക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പണരൂപത്തിലേക്ക് മാറ്റാം, ആസ്തിയിലേക്കൊക്കെ മാറ്റാം, അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപങ്ങളിലിടാം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ മൂല്യശേഖര ഉപാധിയിലൂടെ പറയുന്നത്. അപ്പോൾ 3 ഉപാധി പഠിച്ചല്ലോ. ഒന്ന് വിനിമയം ആയിരുന്നു, രണ്ടാമത്തെ എന്തായിരുന്നു മൂല്യമായിരുന്നു അല്ലേ. മൂല്യം അളക്കുന്നതിനുള്ള ഉപാധിയായിരുന്നു. നെക്സ്റ്റ് എന്താണ്, മൂല്യശേഖര ഉപാധിയാണ്. ഇനി എന്താണ്, നാലാമത്തേത് എന്താണ്, ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധി. ആധുനിക കാലത്ത് പല വ്യാപാരങ്ങളും നടക്കുന്നത് പണമിടപാട് തീർക്കുന്നതിനുള്ള സാവകാശം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് അല്ലേ. പല വ്യാപാരങ്ങളും ഇപ്പോൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ഒരു സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ നമ്മളൊരു അടുത്തുള്ള കടയിൽ പോയി അവിടെ നമ്മൾ കടം വെക്കുന്നുണ്ടല്ലോ അല്ലേ, കടം വെക്കുന്നുണ്ട് അല്ലേ. അതായത് ഭാവിയിൽ കൊടുക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അല്ലേ. അതാണ് പറയുന്നത് ആധുനിക കാലത്ത് പല വ്യാപാരങ്ങൾ നടക്കുന്നത് പണമിടപാട് തീർക്കുന്നതിനുള്ള സാവകാശം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ്. നിലവിലെ സാധന സേവന കൈമാറ്റങ്ങളുടെ പണമിടപാടുകൾ പിന്നീട് തീർക്കാമെന്നത് പൊതുവെ ഉപഭോക്താക്കളും വിൽപ്പനക്കാരും അംഗീകരിക്കാറുണ്ട്. വായ്പ കൊടുക്കുന്നതിൻ്റെയും വായ്പ വാങ്ങുന്നതിൻ്റെയും മൂല്യം പണത്തിൽ അളക്കുന്നത് സാധ്യമാണ്. ഇത് ഹ്രസ്വകാല ദീർഘകാല വ്യാപാര ഇടപാടുകൾക്കും ഏറെ സഹായകരമാണ്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പണത്തിൻ്റെ ധർമ്മങ്ങൾ പറഞ്ഞത്, വിനിമയ ഉപാധി, മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി, മൂല്യശേഖര ഉപാധി, അതുപോലെ ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധി. അപ്പോൾ പണത്തിൻ്റെ വിവിധ ധർമ്മങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി പണം സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നതും പണമാണ് അല്ലേ. സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നത് എന്താണ്, പണമാണ്. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതും ക്രയവിക്രയങ്ങളെ വേഗത്തിലാക്കി സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതും പണമാണ്. ഇതെങ്ങനെയാണെന്നതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. അതായത് ഇവിടെ പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും സ്പീഡപ്പ് ആക്കി കിട്ടുന്നത് ഈ പണം ഉള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രാഥമിക മേഖലയിലെ ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് നെല്ലുൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ നെല്ലിൻ്റെ കേസ് എടുക്കുകയാണ്. നെല്ലുൽപാദനം എന്ന് പറയുന്നത് എന്താണ്, പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് അല്ലേ. നെല്ലുൽപാദിപ്പിക്കുന്ന കർഷകർക്ക് രാസവളങ്ങൾ, വിത്തിനങ്ങൾ, കീടനാശിനികൾ, യന്ത്രസാമഗ്രികൾ, തൊഴിലാളികൾ എന്നിവയെല്ലാം ആവശ്യമായി വന്നേക്കാം അല്ലേ. നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെൽകൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ആവശ്യം വേണം, രാസവളങ്ങൾ വേണമല്ലോ. അതുപോലെ വിത്തിനങ്ങളാണെങ്കിലും കീടനാശിനികളും യന്ത്രസാമഗ്രികളും തൊഴിലാളികളൊക്കെ വേണമല്ലേ. കർഷകർ വളം, യന്ത്രസാമഗ്രികൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കുമ്പോൾ അത് വ്യാവസായിക മേഖലയിലെ ഉൽപാദകരുടെ വരുമാന മാർഗമായി തീരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഈ കർഷകർ എന്താണ് വളം, യന്ത്രസാമഗ്രികൾ എന്നിവയ്ക്കായിട്ട് പണം ചെലവഴിക്കുന്നുണ്ട് അല്ലേ. ഇത് വാങ്ങിക്കുന്നതിനായിട്ട് പണം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ഉൽപാദകരുടെ വരുമാന മാർഗമായിട്ടില്ലേ, വ്യാവസായിക മേഖലയിലെ ഉൽപാദകരുടെ വരുമാനമായി. അതായത് ഈ വളമൊക്കെ വ്യവസായം അല്ല ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ വ്യവസായം ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ്, അത് ഉപകാരമാണ് അല്ലേ. അതായത് അവർക്ക് പണം ലഭിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഉൽപ്പാദിപ്പിച്ച നെല്ല് വിപണിയിൽ എത്തിക്കാൻ ഗതാഗത സൗകര്യത്തെ ആശ്രയിക്കുമ്പോൾ അത് സേവനദാതാക്കളുടെ വരുമാന മാർഗമായി തീരുന്നു. അങ്ങനെ ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് അസംസ്കൃത വസ്തുക്കളൊക്കെ ലഭിച്ചു. ഈ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ പോയത് ഒരു വ്യവസായം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ്. അതായത് ഈ രാസവളങ്ങളും കീടനാശിനികളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് പോയത് അല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്, അവിടെ പണം ലഭിച്ചിട്ടുണ്ട് അല്ലേ. അതിനുശേഷം ഇവർക്ക് ഈ നെല്ല് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കൊണ്ട് വിൽക്കണം അല്ലേ. അപ്പോൾ വിൽക്കണം എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ ഗതാഗതം വേണമല്ലോ. അപ്പോൾ ഈ ഗതാഗതക്കാർക്ക് കാശ് കിട്ടാണ്. നമ്മൾ ഓട്ടോറിക്ഷയാണോ അല്ലെങ്കിൽ ലോറിയാണോ നമ്മൾ എന്തിനാണോ കൊണ്ടുപോകുന്നത് അവർക്കത് കാശായിട്ട് ലഭിക്കുന്നുണ്ട്, പണമായിട്ട് ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് അവരുടെ വരുമാന മാർഗമാണല്ലോ. അതെ, സേവനദാതാവിൻ്റെ വരുമാന മാർഗമായി തീരുന്നു. വ്യാവസായിക മേഖലയ്ക്കും സേവന മേഖലയ്ക്കും വരുമാനമായി ലഭിച്ച പണം വീണ്ടും സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്നു. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്ന ഓരോ കറൻസിയും വീണ്ടും വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലാണെന്നുണ്ടെങ്കിലും ഈ പണം എന്ന് പറയുന്നത് ഇതിന് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിലെ ക്രയവിക്രയങ്ങളും വർദ്ധിക്കണം. ഇനി എന്താണ് എൻ്റെ സഞ്ചാരപദം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാനൊരു 100 രൂപ നോട്ടാണ്. അതായത് എങ്ങനെയാണ് പണം എങ്ങനെയാണ് പോകുന്നതെന്നല്ലേ, നമുക്ക് ഈ പണം കയ്യിലിരിക്കുന്നുണ്ട്, ഇങ്ങനെ പോയും വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇങ്ങനെ പണം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഞാനൊരു 100 രൂപ നോട്ടാണ്. ഇന്ന് 9 രാവിലെ ഇന്ന് 9 മണിക്ക് രാവിലെ 9 മണിക്ക് ഒരു വിദ്യാർത്ഥി എന്നെ ഒരു കടയിൽ കൊടുത്ത് 50 രൂപ വിലയുള്ള 2 നോട്ട് ബുക്കുകൾ വാങ്ങി. വൈകുന്നേരം 5 മണിക്കുള്ളിൽ എൻ്റെ മൂല്യം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയ എത്രമാത്രം കൈമാറ്റങ്ങൾക്ക് ഞാൻ വിധേയമായിരുന്നു നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്താണ്. അതായത് ഒരു കുട്ടി പോയിട്ട് കടയിൽ പോയിട്ട് 100 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ 100 രൂപ എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയായിരിക്കും അത് സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കുക, അതൊന്ന് എഴുതി നോക്കാനാണ് പറയുന്നത്. പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നത് പണത്തിൻ്റെ ചാക്രിക പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പണത്തിൻ്റെ ചാക്രിക പ്രവേഗം എന്ന് വെച്ചാൽ പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെട്ടു. പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതിനെയാണെന്ന് പറയുന്നത് പണത്തിൻ്റെ ചാക്രിക പ്രവേഗം എന്ന് പറയുന്നത്. പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കൂടുന്നത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനെയും പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കുറയുന്നത് സാമ്പത്തിക വളർച്ച മന്ദീഭവിക്കുന്നതിനും സൂചിപ്പിക്കുന്നു. അതായത് ഈ പണം എന്ന് പറയുന്നത് കൂടുതലായിട്ട് കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കാം എന്തെന്ന് പറയുന്നത് ഈ സാമ്പത്തിക വളർച്ച അവിടെ എന്താണ് കൂടുകയാണ് അല്ലേ, കൂടുകയാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ അവിടെ നമുക്ക് ഈ പണം എന്ന് പറയുന്നത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് കുറയാണ്. അതായത് അതിനെന്താ പറയുക, ഒരു ടേം ചാക്രിക പ്രവേഗം എന്നല്ലേ. അപ്പോൾ ഈ പണത്തിൻ്റെ ചാക്രിക പ്രവേഗം എന്ന് പറയുന്നത് കുറയാണെന്നുണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക വളർച്ച കുറയുന്നു എന്നാണ് അർത്ഥം വരുന്നത്. വളർച്ചാ നിരക്ക് കൂടിയ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും കൂടുതൽ പണം ചെലവഴിക്കാൻ സാഹചര്യമുള്ളപ്പോൾ വളർച്ചാ നിരക്ക് കുറഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും കുറച്ച് പണം മാത്രം ചെലവഴിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അല്ലേ. അതായത് വളർച്ചാ നിരക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പണം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ചെലവഴിക്കാനായിട്ട് പറ്റും അല്ലേ. കുറവാണെന്നുണ്ടെങ്കിലോ ചെലവഴിക്കാനായിട്ട് പറ്റുമോ, ഇല്ല, കുറവായിരിക്കും അല്ലേ. പണമിടപാടുകൾ സുഗമമാക്കുന്നതിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണെന്ന് സൂചിപ്പിച്ചല്ലോ അല്ലേ. പണമിടപാടുകൾ സുഗമമാക്കുക, അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനൊക്കെ ഈ ബാങ്ക് സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ് ബാങ്കിനെ കുറിച്ചിട്ടാണ്. പണവും കേന്ദ്ര ബാങ്കും. ഫസ്റ്റ് എന്താ പറയുന്നത്, കേന്ദ്ര ബാങ്കിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഓരോ രാജ്യത്തും അതത് രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കുകളാണ് ഈ പണത്തിൻ്റെ എല്ലാം അന്തിമധികാരില്ലേ. ഏതിൻ്റെ കറൻസി നാണയങ്ങളുടെ ഉറവിടം ഏതാണ്, കേന്ദ്ര ബാങ്കുകളാണ്. അപ്പോൾ ഈ കേന്ദ്ര ബാങ്കുകളാണ്, ഓരോ രാജ്യത്തും കേന്ദ്ര ബാങ്കുകൾ ഉണ്ടായിരിക്കും, അവരാണ് പണത്തിൻ്റെ എല്ലാം അന്തിമ അധികാരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലേ, RBI ആണ് അല്ലേ. RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ RBI കുറേ വിശേഷണങ്ങളുണ്ട്. ഏതൊക്കെയാണ്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ആണ്. അതുപോലെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ആരാണ് തലവൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്, റിസർവ് ബാങ്കിൻ്റെ തലവൻ ചോദിക്കുകയാണെങ്കിൽ, RBIയുടെ തലവൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്, റിസർവ് ബാങ്ക് ഗവർണറാണ് അല്ലേ. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായി. ചോദിക്കാറുണ്ടല്ലോ RBI സ്ഥാപിതമായത് എന്നാണ്, 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. അപ്പോൾ 1934 ഒരു ആക്ട് വന്നിട്ടുണ്ട്, അവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമാക്കുന്നത്. അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. ആദ്യം 1935 നിലവിൽ വന്നപ്പോൾ കൊൽക്കത്തയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മാറ്റാണ്, മുംബൈയിലേക്ക് മാറ്റി. അപ്പോൾ RBIയുടെ ആസ്ഥാനം ഇപ്പോൾ എവിടെയാണ്, മുംബൈ ആണ്. RBIയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് എഴുതേണ്ടത്, മുംബൈ ആണ്. എന്നാൽ ഇത് നിലവിൽ വരുമ്പോൾ ആസ്ഥാനം എവിടെയായിരുന്നു, കൊൽക്കത്തയായിരുന്നു. 1937 ആയപ്പോൾ ഇത് മുംബൈയിലേക്ക് മാറ്റി. 1949 RBI ദേശസാൽക്കരിക്കപ്പെട്ടു. അപ്പോൾ RBI ദേശസാൽക്കരിക്കപ്പെടുന്നതാണ് 1949 ജൂലൈ 1 RBI ദേശസാൽക്കരിക്കപ്പെട്ടത്. ക്ലിയർ ആയാലോ.
അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് RBI ആണ്. RBIയുടെ തലവൻ ആരായിരിക്കും? RBI ഗവർണർ ആയിരിക്കും. 1934 ഏത് ആക്ടാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് 1935 കൊൽക്കത്തയിൽ സ്ഥാപനമായത്. അതിനുശേഷം 1937 ഈ കൊൽക്കത്തയിൽ നിന്നും അതെന്താക്കി മാറ്റി? മുംബൈയിലേക്ക് തലസ്ഥാനം മാറ്റി. അതുപോലെ തന്നെ RBI ദേശസാൽക്കരിക്കപ്പെട്ടത് 1949 സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കേന്ദ്ര ബാങ്കാണ് അല്ലേ? സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്കിതര ധനസ്ഥാപനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പ്രവർത്തനങ്ങളൊക്കെ എന്നിവയുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? ഇപ്പോൾ നമ്മൾക്ക് കേന്ദ്ര ബാങ്കിന് താഴെയാണ് ബാക്കി എല്ലാ ബാങ്കുകളും വരുന്നില്ല. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്? കേന്ദ്ര ബാങ്ക് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിനി കുറച്ച് ധർമ്മങ്ങൾ നോക്കാം. റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, കറൻസി അച്ചടിച്ചിറക്കുന്നു. കറൻസി അച്ചടിച്ചിറക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ആണ് കറൻസി അച്ചടിച്ചിറക്കുന്നത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അപ്പോൾ ഇവിടെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഏതാണ്? ഒന്നുമില്ലേ, നാണയം 1 രൂപയും ഒഴിച്ചിട്ടാണ് റിസർവ് ബാങ്ക് പണം അച്ചടിച്ചിറക്കുന്നത് അല്ലേ? നാണയവും അതുപോലെ തന്നെ 1 രൂപ നോട്ടും അല്ലേ, 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിച്ചിറക്കുന്നത്. ഏതൊക്കെയാണ്? 1 രൂപയ്ക്ക് താഴെയുള്ളത് ആരാണ് അച്ചടിച്ചിറക്കുന്ന ആരാണ്? ധനകാര്യ അല്ലേ, ധനകാര്യ മന്ത്രാലയമാണ് അച്ചടിച്ചിറക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം 1 രൂപയും 1 രൂപയ്ക്ക് താഴെയുള്ള നാണയങ്ങളൊക്കെ ആരാണ് അച്ചടിച്ചിറക്കുന്നത്? ധനകാര്യ മന്ത്രാലയമാണ്. അതിൽ ഒപ്പിടുന്ന ആരായിരിക്കും? ധനകാര്യ സെക്രട്ടറി ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എടുത്തെടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നാണയങ്ങൾ, 1 രൂപ നോട്ട് എന്നിവ അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മന്ത്രാലയമാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, നാണയങ്ങളും 1 രൂപ നോട്ടും എന്നിവ അച്ചടിച്ചിറക്കുന്ന ആരാണ്? ധനകാര്യ മന്ത്രാലയമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങളും നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്തൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെയാണ് സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, അതുപോലെ അത് എന്താണ്? സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള നാസിക്, മഹാരാഷ്ട്രയിലെ നാസിക്, അതുപോലെ തന്നെ ദേവാസ്, മധ്യപ്രദേശിലെ ദേവാസ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് അതായത് മൈസൂരാണ്, അത് കർണാടകയിലെ മൈസൂരിലാണ്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ സാൽബോണി എന്നിവിടങ്ങളിലുള്ള പ്രസ്സുകളിലുമാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. അപ്പോൾ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെയാണ്? ഒന്ന് പറഞ്ഞ എവിടെയാണ്? നാസിക്, മഹാരാഷ്ട്ര. പിന്നെ എവിടെയാണ്? ദേവാസ്, മധ്യപ്രദേശ്. പിന്നെ ഈ ഭാരതീയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ എന്തുണ്ട്? ലിമിറ്റഡ് ഉണ്ട് അല്ലേ? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് എന്ന് പറയുന്നത് മൈസൂരാണ്, കർണാടകയിലെ മൈസൂരാണ്. അവിടെയും അച്ചടിച്ചിറക്കുന്നുണ്ട്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ സാൽബോണിയിലും അച്ചടിച്ചിറക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? നാസിക്, ദേവാസ്, അതുപോലെ തന്നെ മൈസൂർ റിസർവ് ബാങ്ക് ഓഫ് നോട്ട് മുദ്രൺ ലിമിറ്റഡ് മൈസൂർ, അതുപോലെ തന്നെ സാൽബോണി എന്നിവിടങ്ങളിലുമാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലെ മിൻറ്റുകളിലാണ്. അപ്പോൾ നാണയങ്ങളാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് പറഞ്ഞത്? കൊൽക്കത്ത, നോയിഡ. കൊൽക്കത്ത, മുംബൈ നമുക്കറിയാവുന്ന 2 സ്ഥലം അല്ലേ? നമുക്ക് ബാങ്കുമായിട്ട് പെട്ടെന്ന് കണക്ട് ആവുന്ന 2 സ്ഥലങ്ങളാണ് കൊൽക്കത്തയും മുംബൈ അല്ലേ? അപ്പോൾ കൊൽക്കത്ത തലസ്ഥാനം പറഞ്ഞല്ലോ. അപ്പോൾ കൊൽക്കത്തയും മുംബൈ ഉണ്ട്. പിന്നെ എന്താണ്? ഹൈദരാബാദും നോയിഡയും. കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, നോയിഡയിലാണ് നാണയങ്ങൾ അച്ചടിച്ചിറക്കുന്നത്. ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെൻറ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം. ഇതിനെ ഡീമോണിറ്റൈസേഷൻ എന്നറിയപ്പെടുന്നു. എന്താണ് ഡീമോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ? ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെൻറ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇത് പിൻവലിക്കാനായിട്ട് പറ്റും. അതായത് നമുക്കറിയാലോ അല്ലേ, കുറേ നോട്ടുകൾ 500 രൂപ 1000 രൂപ നോട്ടുകളൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ പിൻവലിക്കുന്നതിനുള്ള അധികാരമുണ്ട് അല്ലേ? പിൻവലിക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBIക്ക് ഉണ്ട്. അതിനെയാണ് ഡീമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡീമോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ? എന്താണ്?
2016 നവംബർ 8-നാണ് ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഡീമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത്. അപ്പോൾ എന്നാണ് ഡീമോണിറ്റൈസേഷൻ? ഇപ്പോഴത്തെ നടന്നതാണ് 2016 നവംബർ 8. പഠിച്ചു വയ്ക്കുക. 2016 നവംബർ 8-ന് വലിയൊരു ഡീമോണിറ്റൈസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അഴിമതി, കള്ളപ്പണം, ഭീകരവാദം, വ്യാജ കറൻസികൾ എന്നിവ തടയുകയായിരുന്നു ഉദ്ദേശ്യം എന്ന് പറയുന്നത്. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന 500 രൂപ, 1000 രൂപ എന്നീ കറൻസി നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിച്ചു. 500 രൂപ, 1000 രൂപ ഒന്നും ഇനി ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. 500 രൂപയുടെയും 2000 രൂപയുടെയും പുതിയ കറൻസികൾ അച്ചടിച്ചിറക്കി പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ 2016 ഡിസംബർ 31 വരെ പഴയ കറൻസി നോട്ടുകൾ ബാങ്കുകളിലും ഡിക്ലറേഷനോട് കൂടി 2017 മാർച്ച് 31 വരെ RBIയിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ടായിരുന്നു. അപ്പോൾ ഈ 500 1000 നമ്മളിൽ നിന്ന് ഒഴിവാക്കേണ്ട സമയമായിരുന്നു അല്ലേ. ഏതൊക്കെ? 2016 ഡിസംബർ 31 വരെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഡിക്ലറേഷൻ ഇല്ലാതെയായിരുന്നു. ഡിക്ലറേഷനോട് കൂടി ചോദിക്കുകയാണെങ്കിൽ 2017 മാർച്ച് 31 വരെ RBIയിലും നമുക്കിത് മാറ്റാമെന്നുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 2016 നവംബർ 8-നാണ് ഡീമോണിറ്റൈസേഷൻ, ഏറ്റവും വലിയ ഡീമോണിറ്റൈസേഷൻ നടന്നത് 2016 നവംബർ 8-നാണ്. ഇനി ഒന്നാമത്തെ എന്താ പറഞ്ഞത്? നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത് ആരാണ്? RBI ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് എന്താണ് ധർമ്മം എന്ന് പറയുന്നത്? ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ആപത്ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞു നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നു. 2 കേന്ദ്ര ബാങ്ക് ആണ്, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് താഴെ ബാങ്കിൽ ഏതൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ താഴെയുള്ള ബാങ്കുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ ബാങ്കുകൾക്കൊക്കെ അടിയന്തര വായ്പ നൽകാം, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിനൊക്കെ എന്താണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സഹായിക്കുന്നുണ്ട്. ഇനി 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു 1 രൂപ നാണയങ്ങളും അച്ചടിക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണെന്ന് പറഞ്ഞപ്പോൾ നോക്കാം. 1835 മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിന് മറ്റു രൂപങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്നു അല്ലേ. ആദ്യമൊക്കെ പണ്ടൊക്കെ എന്താണ് നാണയങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. പലതരത്തിലുള്ള പണത്തിന് മറ്റു രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1 രൂപ നോട്ടും നാണയങ്ങളും ഇന്ത്യ ഗവൺമെൻറ് അച്ചടിച്ചിറക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 1835 ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. അപ്പോൾ 1835 പേപ്പർ കറൻസി അച്ചടിക്കാനുള്ള ഒരു അനുമതി നൽകാണ്. വ്യാപാരം, വാണിജ്യം എന്നിവ സുഗമമാക്കിയിരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ 1906 കോയിനേജ് ആക്ട് വന്നു. 2011 എന്ത് വന്നു? കോയിനേജ് ആക്ട് വന്നു. അപ്പോൾ ഇത് പ്രകാരമാണ് നാണയങ്ങൾ അച്ചടിച്ചിറക്കുവാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണെന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനാണ് നാണയങ്ങൾ അച്ചടിച്ചിറക്കുന്നതിനുള്ള അധികാരമെന്ന് 1906 കോയിനേജ് ആക്ടിലും 2011 കോയിനേജ് ആക്ടിലും പറയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് ഈ അധികാരം നിലനിർത്തുന്നതിനാലാണ് ഈ 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത്. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് ഈ അധികാരം നിലനിർത്തുന്നുണ്ട് എന്ന് കാണിക്കുന്നതിനായിട്ടാണ് ഇതും അച്ചടിച്ചിറക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് പണത്തിൻ്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. പണത്തിൻ്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്ന ആരാണ്? RBI ആണ്. പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ സംജാതമാകുന്നു. എന്താണ് പറയുന്നത്? പണത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നുണ്ട്, എന്നാൽ ആനുപാതികമായ സാധനങ്ങളും സേവനങ്ങളൊന്നും വർദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ സംജാതമാകാണ്. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിന് കാരണമാകുന്നു. അതായത് നമുക്ക് എന്താണ്? പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈക്വൽ ആവോ? ഇല്ല അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവില നിലവാരം വർദ്ധിക്കുന്നത് പണപ്പെരുപ്പം എന്നറിയപ്പെടുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവില നിലവാരം വർദ്ധിക്കുന്നതിനെയാണ് അല്ലേ പണം പെരുപ്പാണല്ലേ, പെരുകല്ലേ, കൂടുതലാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവില നിലവാരം വില നിലവാരം വർദ്ധിക്കുന്നതാണ് പണപ്പെരുപ്പം എന്നറിയപ്പെടുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുന്നതിനാണ് പണപ്പെരുപ്പം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ
സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ആരാണ്? ഉപഭോക്തൃ വില സൂചിക അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന ആരുടെ കീഴിലാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ കീഴിലാണ് ഈ പണപ്പെരുപ്പമൊക്കെ എന്ത് ചെയ്യുന്നത്? തയ്യാറാക്കുന്നത് അല്ലേ. സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് പണത്തിൻ്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാകുകയും സാമ്പത്തിക വളർച്ച, ഉൽപ്പാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പണപ്രധാനത്തിൻ്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു കാരണം. പണപ്രധാനത്തിൻ്റെ അളവ് കൂടുന്നതിനെയാണെന്ന് പറയുന്നത് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് 2023 കണക്ക് തന്നിട്ടുണ്ട്. ഗ്രാമത്തിലാണെങ്കിൽ ഇന്ത്യയിൽ ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 2023 ആയപ്പോൾ അത് കൂടി, നഗരത്തിലാണെങ്കിൽ കുറഞ്ഞു അല്ലേ, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ മൊത്തമുള്ള പണത്തിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്രയാണ്? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ശേഖരിച്ചിട്ടുള്ള പണവും ചേർന്നതായിരിക്കും അതല്ലേ. പണത്തിൻ്റെ ടോട്ടൽ അളവ് കാണുന്നതിനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ. പണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒന്ന് ഒരാളുടെ കയ്യിലുള്ള പണമായിരിക്കാം അല്ലേ, ഒരാളുടെ കയ്യിലുള്ള പണമായിരിക്കാം, കൈവശമുള്ള പണമായിരിക്കാം. അതുപോലെ തന്നെ ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, നമ്മൾ ബാങ്കുകളിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കാം. ആ പണങ്ങളൊക്കെ കൂട്ടുകയാണെങ്കിലാണ് നമുക്ക് എത്രയാണ് പണമുള്ളത് അല്ലേ, ഈ സമ്പദ് വ്യവസ്ഥയിൽ എത്രത്തോളം പണമുണ്ടെന്ന് നോക്കാനായിട്ട് പറ്റുള്ളൂ. റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിൻ്റെ അളവിനെ കാണുന്നത് M1, M2, M3, M4 എന്നീ രൂപങ്ങളിലാണ്. അപ്പോൾ M1, M2, M3, M4 എന്ന് പറയുന്ന രൂപങ്ങളിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പണങ്ങളെ കാണുന്നത്. നമുക്കറിയില്ല പണം എന്ന് പറയുന്നത് കറക്റ്റ് എത്രയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ M1, M2, M3, M4 എന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ M1, M2, M3, M4 എന്ന് വെച്ചാൽ നോക്കണ്ടേ, അറിയണ്ടേ. M1 എന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവുമാണ്. അപ്പോൾ M1 എന്ന് വെച്ചാൽ എന്താണ്? പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങൾ, കറൻസി നോട്ടുകൾ, അതുപോലെ വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം എന്നിവയ്ക്കാണ് M1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നാണയം, കറൻസി നോട്ടുകൾ, വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം. M2 എന്ന് വെച്ചാൽ എന്താണ്? M1 പ്ലസ്. ഇത് M1 എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നാണയം, കറൻസി, നമ്മുടെ കയ്യിലുള്ള നാണയം, കറൻസി, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ ഇല്ലേ, അതേ പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപമാണ് M2 എന്നതുകൊണ്ട് പറയുന്നത്. അതെല്ലാം കൂടെ കൂട്ടാണ് അല്ലേ. M3 എന്ന് വെച്ചാൽ എന്താണ്? M1 എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ നിക്ഷേപങ്ങളും പ്ലസ് വാണിജ്യ ബാങ്കുകളിലെ അറ്റസ്ഥിര നിക്ഷേപത്തെയും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ M3 കിട്ടും. M4 എന്ന് വെച്ചാൽ M3 പ്ലസ്, അതായത് വാണിജ്യ ബാങ്കുകളിലെ അറ്റസ്ഥിര നിക്ഷേപം, വാണിജ്യ ബാങ്കുകളിലെ നിക്ഷേപം, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള നിക്ഷേപം പ്ലസ് പോസ്റ്റ് ഓഫീസുകളിലെ മൊത്തം നിക്ഷേപം, അതായത് എല്ലാ നിക്ഷേപങ്ങളും വന്നില്ലേ അപ്പോൾ ഇല്ലേ. അതായത് M4 എന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് പറയാം? M1, M2, M3 എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളതാണ് M4 എന്ന് പറയാം അല്ലേ. കാരണം M3 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. നോക്കി നോക്കിയാൽ M3 എന്ന് വെച്ചാൽ M4 എന്ന് വെച്ചാൽ എല്ലാം വന്നിട്ടുണ്ട്. നോക്കി നോക്കിയാൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വാണിജ്യ ബാങ്കിൽ വന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഇതും വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഇത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകളൊന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൽ M1, M2 എന്നത് ഇടുങ്ങിയ പണമാണ്. M1, M2 എന്ന് പറയുന്നത് ഇടുങ്ങിയ പണം, ഇത് നമ്മുടെ കയ്യിലുള്ള മാത്രം പണമാണ്. എന്നാൽ M3, M4 എന്ന് പറയുന്നത് വിശാല പണം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ M1, M2 എന്ന് പറയുന്നത് ഇടുങ്ങിയ പണമെന്നും M2, M3, M4 എന്ന് പറയുന്നത് വിശാല പണമെന്നുമാണ് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു അല്ലേ. ബാങ്കുകളിൽ നിന്നും നമുക്ക് വായ്പകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വായ്പകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടും കാശില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? കാശ് കൂടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്താ പറയുക? പണപ്പെരുപ്പമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ടേ അവർക്ക് അല്ലേ. നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ഇവരെന്തൊക്കെ വെക്കുന്നത്? അളവുപരമായ ഉപാധികൾ, ഗുണപരമായ ഉപാധികൾ എന്നിവ ഉപയോഗിക്കുന്നത്. എന്താണ് അളവുപരമായ ഉപാധികളും ഗുണപരമായ ഉപാധികളും എന്ന് വെച്ചാൽ എന്താണ്? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് വായ്പ നൽകുന്നുണ്ട്, നമുക്ക് കുറേ പണം ലഭിക്കുന്നുണ്ട്, അപ്പോൾ ഈ പണപ്പെരുപ്പം കൂടാണ്. അപ്പോൾ ഇത് അങ്ങനെ പണപ്പെരുപ്പം കൂടുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല, അത് RBI മനസ്സിലാക്കുകയാണ്, ബാങ്കുകൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് അവർ ചെയ്യുന്നത്? അളവുപരമായ ഉപാധികളെന്നും ഗുണപരമായ ഉപാധികളെന്നും പറയുന്ന രണ്ട് ഉപാധികൾ വെച്ചിട്ടാണ് ഈ വായ്പകളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്താണ്
അളവുപരമായ ഉപാധികൾ എന്ന് വെച്ചതാണ് ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ എന്നൊക്കെന്താണ് അളവുപരമായ ഉപാധികളാണ്. ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ. ഇനി ഗുണപരമായ ഉപാധികൾ എന്ന് വെച്ചാൽ മാർജിൻ ആവശ്യകത, ധാർമ്മിക പ്രേരണ എന്നിവയാണ് ഗുണപരമായ ഉപാധികൾ. മാർജിൻ ആവശ്യകത, ധാർമ്മിക പ്രേരണ. ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തിയും റിസർവ് നിരക്കുകളിൽ ഒന്നായ കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയും RBI പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് RBI പണപ്പെരുപ്പൊക്കെ നിയന്ത്രിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട 2 നിരക്കുകളാണ് റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഈ 2 പോയിന്റും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും PSC ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ. റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും കടമെടുക്കാം. വായ്പ എടുക്കുമ്പോൾ അതായത് വാണിജ്യ ബാങ്ക്, നമ്മുടെ അടുത്തുള്ള ബാങ്കുകളൊക്കെ എന്താണ്? റിസർവ് ബാങ്കിൽ നിന്ന് പണം എടുക്കാമെന്ന് വിചാരിക്കാം, വായ്പ എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ വായ്പ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പലിശ നിരക്ക് ഉണ്ടായിരിക്കുമല്ലോ വായ്പ എടുക്കുമ്പോൾ. ആ പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആവും. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അതായത് റിസർവ് ബാങ്ക് ആണ് അവിടെ പലിശ നൽകുന്നത് അല്ലേ. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഒരു പലിശ നൽകാണ് അല്ലേ, അതായത് പലിശ നൽകുന്നതിനെയാണ് റിസർവ് ബാങ്കിൽ വാണിജ്യ ബാങ്കുകൾ പണം നിക്ഷേപിക്കുകയാണ്. റിസർവ് ബാങ്കിൽ പോയിട്ട് വാണിജ്യ ബാങ്കുകാർ പോയിട്ട് പണം നിക്ഷേപിച്ചു. അപ്പോൾ പണം നിക്ഷേപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ അവർക്കൊരു പലിശ കൊടുക്കണമല്ലേ, വാണിജ്യ ബാങ്കുകാർക്ക് ഒരു പലിശ ലഭിക്കും. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. നേരെ പോസിറ്റീവ് ആണ് റിപ്പോ നിരക്ക്. റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യ ബാങ്കുകൾ ആരിൽ നിന്നും കടമെടുക്കാണ്? ഈ റിസർവ് ബാങ്കിൽ നിന്നാണ് കടമെടുക്കുന്നത് അല്ലേ, വായ്പ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വായ്പ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് അല്ലേ, വാണിജ്യ ബാങ്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അവിടെ അല്ലേ, ഒരു പലിശ നിരക്ക് അവിടേക്ക് കൊടുക്കണമല്ലോ. ആ പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഈ RBI എന്ന് പറയുന്നത് RBIക്ക് ഇവർ കുറച്ച് കാശ് കൊണ്ടിടാണ് അല്ലേ, കുറച്ചിങ്ങനെ കാശ് കൊണ്ടിടാണ്. അപ്പോൾ അവർക്കൊരു പലിശ കൊടുക്കണം. അതിനെയാണെന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നുവെന്നിരിക്കട്ടെ. റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ RBI വർധനവ് വരുത്തുന്നു. അപ്പോൾ അങ്ങനെ പണപ്പെരുപ്പം വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 നിരക്കുകളുണ്ടല്ലോ അതിലാണ് മാറ്റം വരുത്തുന്നത്. RBI നിരക്കുകൾ മാറ്റുമ്പോൾ വാണിജ്യ ബാങ്കുകളും ഈ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ RBI നിരക്കുകൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലിശ നിരക്കൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ നിൽക്കില്ല, അതുപോലെ തന്നെ വാണിജ്യ ബാങ്കുകളും ചെയ്യും. ഈ നിരക്കുകൾ കൂടുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പയ്ക്ക് ലഭ്യമായ പണത്തിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ ഈ നിരക്കുകളൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ RBI നിരക്കുകളൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പയ്ക്ക് ലഭ്യമായ പണത്തിൻ്റെ അളവ് കുറയും അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? കാരണം എന്താണ്? റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാകുമ്പോൾ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ്? പണം നിക്ഷേപിക്കുകയാണ് അല്ലേ, റിസർവ് ബാങ്കിൽ പണം നിക്ഷേപിക്കുകയാണ്. അപ്പോൾ പണം നിക്ഷേപിക്കുമ്പോൾ ഉള്ള അളവ് അവിടെ കൂടുതലായിരിക്കും. അതുപോലെ റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് കുറയുന്നു. റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യ ബാങ്കുകളല്ലേ പറഞ്ഞിട്ടുണ്ട്, വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്ന് വായ്പ ഈടാക്കുമ്പോൾ ലഭിക്കുന്ന പലിശ നിരക്കാണ്. അപ്പോൾ റിപ്പോ നിരക്ക് കൂടാന്ന് വെച്ചാൽ എന്താണ്? അവിടെ പലിശ നിരക്ക് കൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയിട്ട് നല്ല റേറ്റൊക്കെ വരാണെന്നുണ്ടെങ്കിൽ, പലിശ നിരക്ക് വരാണെങ്കിൽ നമ്മൾ എടുക്കുമോ? ഇല്ല അല്ലേ, നമ്മൾ എടുക്കൂല. ആ വായ്പയുടെ അളവ് കുറയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു പലിശ നിരക്ക് ഓൾറെഡി കൂടാണ് വന്നിരിക്കുന്നത് അല്ലേ. അതുമൂലം സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിരിക്കുന്ന പണത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? സമ്പദ് വ്യവസ്ഥയിൽ അവിടെ പണം കൂടിയിട്ടിരിക്കുകയാണ് അവിടെ അല്ലേ, പണം കൂടുതലായിക്കൊണ്ടാണ് ഇവർ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പണം കൂടുതലാകുമ്പോൾ ആ പണം കുറയ്ക്കണം അല്ലേ. പണം കുറയ്ക്കുന്നതിനായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ റിപ്പോ നിരക്കോ റിവേഴ്സ് റിപ്പോ നിരക്കൊക്കെ അങ്ങോട്ട് ഇതാക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്യും? വായ്പ എടുക്കാനായിട്ട് പോവില്ല അല്ലേ. എത്ര നിരക്കൊക്കെ കാണാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് വായ്പ എടുക്കുന്നത് കുറയും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ഈ പണപ്പെരുപ്പം എന്ന് പറയുന്നത് നിയന്ത്രിക്കാനായിട്ട് പറ്റും അല്ലേ.
പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾ ഉപഭോഗ ആവശ്യത്തിന് കൂടുതൽ പണം ചിലവഴിക്കുന്നതിന് പകരം സമ്പാദ്യ നിക്ഷേപത്തിനായിട്ട് പണം നീക്കിവെക്കും. അപ്പോൾ ഈ പലിശ നിരക്ക് വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും പണം ചിലവഴിക്കണില്ല അല്ലേ പലിശ നിരക്ക് കൂടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും? നമ്മൾ സമ്പാദ്യ നിക്ഷേപത്തിനായിട്ടാണ് പണം മാറ്റി വെക്കുന്നത്. നമ്മൾ പലിശ എടുക്കുന്നതിന് പകരം നമ്മൊരു കയ്യിൽ കാശുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പലിശ എടുക്കുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള കാശിനെ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ഇടും അല്ലേ? അങ്ങനെ കാരണം ഉപഭോഗം വേണ്ടെന്ന് വെക്കുന്നത് വഴി ലഭിക്കുന്ന പ്രതിഫലം കൂടുതലാണ്. പൊതുജനങ്ങളുടെ കൈവശമുള്ള പണം വാണിജ്യ ബാങ്കുകളിലേക്കും അവിടെ നിന്ന് റിസർവ് ബാങ്കുകളിലേക്കും എത്തുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ നിക്ഷേപങ്ങൾ നമ്മൾ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കാശ് ആ കാശ് എടുക്കുന്നുണ്ട്. കാരണം പലിശ നിരക്ക് കൂടിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഇട്ടിട്ടുള്ള കാശ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കിട്ടി. അവർക്ക് ആർക്കെങ്കിലും കിട്ടി? നമ്മൾ വാണിജ്യ ബാങ്കുകൾ കിട്ടി. വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്തു? റിസർവ് ബാങ്കുകൾക്ക് ഇത് എത്തിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ അളവ് കുറയുകയും പണപ്പെരുപ്പ് നിയന്ത്രണ വിധേയമാവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ പണത്തിൻ്റെ അളവ് കുറഞ്ഞു, പണപ്പെരുപ്പ് നിയന്ത്രണ വിധേയമാവുകയും ചെയ്തു അല്ലേ? പണത്തിൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കുറഞ്ഞില്ലേ? ഇല്ലേ? നമ്മൾ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടല്ലോ, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പം പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായിട്ട് ഇവർ 2 പ്രയോഗങ്ങളാണ് ഇവിടെ പ്രയോഗിക്കുന്നതൊക്കെയാണ് റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും. റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പണപ്പെരുപ്പമൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള നമ്മൾ പോയിട്ട് പലിശ നിരക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? വായ്പകൾ എടുക്കാനായിട്ട് നിൽക്കില്ല. അതിന് പകരം എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പലിശ കിട്ടി, അവർ നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ പോയി. അപ്പോൾ ഈ കാശ് എന്ന് പറയുന്നത് ഈ പണം എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയും റിസർവ് ബാങ്ക് പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കാറുണ്ട്. എന്താണ് കരുതൽ ധനാനുപാതം എന്ന് വെച്ചാൽ? ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിൻ്റെ അളവിനെയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. അതായത് വാണിജ്യ ബാങ്കുകളിൽ കുറേ കാശുണ്ട്, ഈ കാശ് കൊണ്ടുപോയിട്ട് റിസർവ് ബാങ്കിൽ ഇടും. കുറച്ച് കൂടുതലായി പണം കാണുമ്പോൾ കൊണ്ടുപോയിട്ട് റിസർവ് ബാങ്കിൽ ഇടും. അതിനെയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. ഓക്കെ, കരുതൽ ധനാനുപാതം കുറയുമ്പോൾ വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് വർദ്ധിക്കും, വായ്പാ ലഭ്യത കൂടുകയും ചെയ്തു. അപ്പോൾ കരുതൽ ധനാനുപാതം കുറയാണ്. കരുതൽ ധനാനുപാതം കുറയാന്ന് വെച്ചാൽ എന്താണ്? ഈ നമ്മുടെ കയ്യിൽ ബാലൻസ് വരുന്നില്ല അല്ലേ? കരുതൽ ധനാനുപാതം വെച്ചാൽ നമ്മുടെ കയ്യിൽ ബാലൻസ് വരുന്നത് കൊണ്ടുപോയിട്ട് വാണിജ്യ ബാങ്കുകളിൽ ബാലൻസ് വരുന്നത് കൊണ്ടുപോയിട്ട് കൂടുതൽ വരാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് റിസർവ് ബാങ്കിൽ ഇടാണ് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണ്, വായ്പ ലഭ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതുവഴി ജനങ്ങളുടെ കൈവശമുള്ള പണ ലഭ്യത ഉയരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായ്പ ലഭിക്കുന്നു അല്ലേ? എന്നാൽ കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുമ്പോൾ വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയും. ഇത് വായ്പാ ലഭ്യത കുറയ്ക്കുകയും ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. കരുതൽ ധനാനുപാതം കൂടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കരുതൽ ധനാനുപാതം കൂടാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവർക്ക് കൂടുതൽ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് കാശ് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വായ്പ ലഭിക്കുന്ന ആൾക്കാർക്ക് വായ്പ ലഭിക്കുന്നത് കുറയും, അതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള കാശും കുറയും. നമുക്ക് വായ്പ ലഭിച്ചാലാണ് കൂടുതലായിട്ട് കാശ് ലഭിക്കുക, അപ്പോൾ അവിടെ കാശ് കുറയാണ് ചെയ്തത്. അങ്ങനെയാണ് പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കരുതൽ ധനാനുപാതം എന്ന് വെച്ചാൽ ഈ ബാങ്കുകൾ കുറച്ച് പണം നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന പണത്തിൽ നിന്ന് കുറച്ച് റിസർവ് ബാങ്കിലേക്ക് കുറച്ച് ധനം കരുതൽ ധനമായിട്ട് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അവിടെ കരുതൽ ധനം കുറയാണ്, അതായത് റിസർവ് ബാങ്കിലേക്ക് കൊടുക്കാനൊന്നും പണമില്ല, അങ്ങനെ കരുതൽ ധനം കുറയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കരുതൽ ധനം കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വായ്പ കൊടുക്കുക വായ്പ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് പറ്റും ബാങ്കുകൾക്ക് ബാങ്കുകൾ കൊടുക്കുന്ന വായ്പ എന്ന് പറയുന്നത് കൂട്ടും. ബാങ്കുകൾ ഈ വായ്പ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കൊടുക്കും. അവിടെ എന്ത് സംഭവിക്കും? വായ്പകൾ കൂടുതലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണത്തിൻ്റെ അളവ് വർദ്ധിക്കും. അപ്പോൾ ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ ലഭ്യത ഉയരും ചെയ്യും. എന്നാൽ ഈ കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുമ്പോൾ, അതായത് നമ്മൾ ഈ കരുതൽ ധനം ശേഖരിച്ച് വെക്കുന്നത് കൂടുതലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയും
കൂടുതലും കരുതൽ ധനമായിട്ട് പോയിക്കാണ്. അപ്പോൾ പണത്തിൻ്റെ അളവ് കുറയും. പണത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഒരു വായ്പ ലഭ്യത കുറയ്ക്കും. ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് വരുന്നത്? നെക്സ്റ്റ് വരുന്ന പോയിന്റാണ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് RBI പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിനും ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുക, അതുപോലെ തന്നെ ബാങ്കിങ് സേവനങ്ങൾ നൽകുക, ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുക ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുക, ബാങ്കിങ് സേവനങ്ങൾ നൽകുക, ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുക. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ പണനയം, ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്കാണ്. അപ്പോൾ ധനനയം, പണനയത്തിലും ഉപദേശം നൽകുന്ന ആരാണ്? റിസർവ് ബാങ്കാണ്. അപ്പോൾ എന്താണ് ധനനയം എന്ന് വെച്ചാൽ നികുതി ചുമത്തൽ, ഗവൺമെൻറ് ചിലവുകൾ എന്നിവയെ സംബന്ധിച്ച നയത്തെയാണ് ധനനയം എന്ന് പറയുന്നത്. ധനനയം എന്ന് വെച്ചാൽ നികുതി ചുമത്തുക, ഗവൺമെൻറ് ചിലവുകൾ എന്നിവയെ സംബന്ധിച്ച നയത്തെയാണ് ധനനയം അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇനി മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം എന്ന് വെച്ചാൽ പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയത്തെയാണ് പണനയം എന്ന് പറയുന്നത്. പണനയം എന്ന് വെച്ചാൽ പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള നയത്തെയാണ് പണനയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നമാര് തന്നെയാണ് റിസർവ് ബാങ്കാണ്. ഇനി വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണയ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇതിൻ്റെ കാവൽക്കാരന്മാർ തന്നെയാണ് RBI തന്നെയാണ്. വിദേശ നാണയ കരുതൽ ശേഖരണത്തിൻ്റെ സൂക്ഷിപ്പ് ആരൊക്കെ തന്നെയാണ്? RBIക്ക് തന്നെയാണ്. ഇനി റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഇന്ത്യയിലെ ബാങ്കിങ് പ്രവണത, പണനയ റിപ്പോർട്ടുകൾ, ഉപഭോക്തൃ സർവേകൾ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റുകൾ തുടങ്ങി വിവിധ റിപ്പോർട്ടുകൾ RBI വിവിധ കാലയളവിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ RBI കുറച്ച് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ബാങ്കിങ് പ്രവണത, പണനയ റിപ്പോർട്ട്, ഉപഭോക്തൃ സർവേകൾ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റുകൾ തുടങ്ങി വിവിധ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, മോണിറ്ററി പോളിസി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇനി ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. നെക്സ്റ്റ് വരുന്നത് ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നാണ് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ഈ ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവർക്കൊക്കെ പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്കുകൾ, അതുപോലെ തന്നെ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ബാങ്കുകളെ വാണിജ്യ ബാങ്കുകളെന്നും സഹകരണ ബാങ്കുകളെന്നും രണ്ടായിട്ട് ഗണത്തിൽപ്പെടുത്താനായിട്ട് പറ്റും. വാണിജ്യ ബാങ്കുകളെന്നും സഹകരണ ബാങ്കുകളെന്നും ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഓഹരി ഉടമകളാണെങ്കിൽ സഹകരണ ബാങ്കുകളിലെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കുന്ന സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ്. അപ്പോൾ എന്താ പറയുന്നത്? സഹകരണ ബാങ്കും വാണിജ്യ ബാങ്കും കൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആരാണ്? ഓഹരി ഉടമകളാണ്. സഹകരണ ബാങ്കുകളാണെന്നുണ്ടെങ്കിലോ സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത്. കേരള ബാങ്ക് എന്ന് പറയുന്നത് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ്. കേരള ബാങ്ക് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ്. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ എന്ന് വെച്ചാൽ ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതിയുള്ളതും 1934 RBI രണ്ടാം ആക്ട് പ്രകാരം 1934 ആക്ട് പ്രകാരം രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കുകളെയാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, വിദേശ ബാങ്ക് എന്നിവയെല്ലാം വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. എന്തൊക്കെയാണ്? പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ മേഖലാ ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, പേയ്മെൻറ്റ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, വിദേശ ബാങ്ക് എന്നിവയൊക്കെ വാണിജ്യ ബാങ്കുകൾക്ക് എക്സാമ്പിളാണ്. 1990കളിലെ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 1990 ശേഷം 1990ലാണ് സാമ്പത്തിക പരിഷ്കരണം നടക്കുന്നത്. അതിനുശേഷം അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകളൊക്കെ എന്നാണ് അറിയപ്പെടുന്നത്? ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിളാണ് ആക്സിസ് ബാങ്ക്, മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, അതുപോലെ യെസ് ബാങ്ക്, അതുപോലെ ഇൻഡസ് ബാങ്ക് എന്നിവയൊക്കെ എന്താണ്? ന്യൂ ജനറേഷൻ ബാങ്കുകളാണ്. ആക്സിസ് ബാങ്ക്, മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക് തുടങ്ങിയവയെല്ലാം. ഇനി എന്താണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? ഇതൊക്കെയാണ്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നത് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങളാണ്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പ നൽകുക അല്ലെ, പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പ നൽകുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട വാണിജ്യ ബാങ്കുകളുടെ ധർമ്മം എന്ന് പറയുന്നത്.
സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായി ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളാക്കി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയുന്നു. അപ്പോൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളാക്കിയിട്ട് സംരംഭകർക്ക് ലഭ്യമാക്കാനും ബാങ്കുകൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനായിട്ട് പലതരം നിക്ഷേപങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. സമ്പാദ്യ നിക്ഷേപം എന്ന് വെച്ചാൽ എന്താണ്, വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത് അല്ലേ. സമ്പാദ്യശീലം വളർത്തുന്നതിനായിട്ടുള്ള ഒരു സമ്പാദ്യ നിക്ഷേപമാണ്. അതായത് നമുക്ക് നിയന്ത്രണങ്ങൾക്ക് വിധേയമായ നിക്ഷേപകന് ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്ന് പണം പിൻവലിക്കാൻ അവസരമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാം എന്നതും പിൻവലിക്കുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമാണ്. സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശ ബാങ്കുകൾ നൽകാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള, നമുക്ക് സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് കാശ് കൊണ്ടുപോയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇടാണെന്നുണ്ടെങ്കിൽ ഓരോ ബാങ്കുകളും പലതരത്തിലുള്ള പലിശ, അതിൽ ചെറിയൊരു പലിശ അവർ ഈടാക്കി തരും. അപ്പോൾ അതിനെയാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി കറണ്ട് നിക്ഷേപം എന്ന് വെച്ചാൽ എന്താണ്, ബിസിനസ് ഇടപാടുകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അക്കൗണ്ടാണ് ഈ കറണ്ട് അക്കൗണ്ട്. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധി ഉണ്ടായിരിക്കില്ല. കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, ഈ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാശ് പോയി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു എന്ത് വരുന്നത്, ഈ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്ത് വരുന്നില്ല, അവിടെ ഒരു ഇടപാടുകൾക്കൊന്നും പരിധി വരുന്നില്ല. ഒരു അക്കൗണ്ടിലുള്ള ഈ അക്കൗണ്ടിലുള്ള പണത്തിന് ബാങ്കുകൾ പലിശ ഒന്നും നൽകാറില്ല. കറണ്ട് നിക്ഷേപത്തിൽ പലിശ ഒന്നും നൽകില്ല. ഈ അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറണ്ട് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനത്തെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് നിക്ഷേപത്തിന് നൽകുന്നുണ്ട്. അതായത് ഒരു കറക്റ്റ് ഒരു വാല്യൂ ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനും കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനത്തെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപ അക്കൗണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതല്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടിനെയാണ് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന് നൽകുന്നതിനേക്കാളും കൂടുതൽ പലിശ നൽകും. കുറേ നാൾ ഒരു കാശ് നമ്മളുടെ അക്കൗണ്ടിൽ ഇടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പലിശ നൽകും. ഏതിനേക്കാളും നമ്മൾ സേവിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സേവിംഗ് അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സമ്പാദ്യ നിക്ഷേപം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനേക്കാളും കൂടുതൽ പലിശ നൽകും. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിന് മുമ്പ് ഈ നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് കുറയും. അപ്പോൾ ആദ്യം തന്നെ ഇത്രയും ഒരു വാലിഡിറ്റി ഇട്ടുണ്ടായിരിക്കും. ആ വാലിഡിറ്റിക്ക് മുമ്പ് തന്നെ പണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പലിശ നിരക്ക് കുറയും. ഈ നിക്ഷേപങ്ങളുടെ പലിശ മുതലിനൊപ്പമോ നിക്ഷേപകർ നിശ്ചയിക്കുന്ന വിവിധ കാലയളവുകളിലോ പിൻവലിക്കാനായിട്ട് പറ്റും. ഇനി ആവർത്തിത നിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകൾ നിക്ഷേപിക്കുന്നതിനെയാണ് ആവർത്തിത നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക കാലയളവിലേക്ക് നിക്ഷേപിക്കുന്നതിനെയാണ് ആവർത്തിത നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. സമ്പാദ്യ നിക്ഷേപങ്ങളെക്കാളും കൂടിയ പലിശ നിരക്ക് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇത് സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്കിനേക്കാളും കുറവാണ്. അപ്പോൾ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്കിനേക്കാളും കുറവാണ്, പക്ഷേ എന്താണ്, കൂടിയ പലിശ നിരക്ക് ഇതിന് ലഭിക്കും. കാലാവധിയുടെ അവസാനം സഞ്ചിത തുക പലിശയും ചേർത്ത് പിൻവലിക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് വായ്പ നൽകൽ. വായ്പ നൽകൽ എന്ന് പറയുന്നത്, നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വായ്പ നൽകുക എന്ന് പറയുന്നതാണ് വാണിജ്യ ബാങ്കുകളിലെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ വായ്പ നൽകുക എന്ന് വെച്ചാൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കുമായിട്ട് വിവിധ വായ്പകൾ നൽകുന്നവരാണ് വാണിജ്യ ബാങ്കുകളാണ്. സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരായി വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ച് ബാക്കി സംരംഭകർക്ക് വായ്പയായി നൽകാറുണ്ട്. അപ്പോൾ ബാങ്കുകൾ ഇപ്പോൾ നമുക്ക് ഒരു നിക്ഷേപം കിട്ടുകയാണല്ലേ, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന വെച്ചാൽ നമ്മൾ കുറച്ച് കാശ് കൊണ്ടിടാണ്, അത് അവർ കരുതൽ ധനാനുപാതമായിട്ട് സൂക്ഷിക്കുകയാണ്. എന്നിട്ട് ഇത് കുറച്ച് ആൾക്കാർക്ക് നൽകും, വായ്പ നൽകുന്നതാണ് പറയുന്നത്. ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ വായ്പകൾക്ക് വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കാറുണ്ട്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാളും കൂടിയ നിരക്കിലുള്ള പലിശയായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്നത് അല്ലേ. വായ്പ നമ്മൾ ലോൺ എടുക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പലിശ കൂടുതലായിരിക്കും അല്ലേ. നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അത്രയും പലിശ ലഭിക്കുന്നുണ്ടോ, ഇല്ല, അതാണ് പറയുന്നത്. നിക്ഷേപകർ നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബാങ്കുകളുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കുകളുടെ വരുമാനം എന്ന് പറയുന്നത് അതാണ്, ബാങ്ക് നമുക്ക് തരുന്ന പലിശയും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പലിശയുണ്ടല്ലോ, പലിശ നിരക്കുണ്ടല്ലോ, അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത്. ഇതിനെ സ്പ്രെഡ് എന്നാണ് അറിയപ്പെടുന്നത്. ബാങ്കുകൾ വിവിധ ഈടുകൾ സ്വീകരിച്ചാണ് വായ്പകൾ നൽകുന്നത് അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അല്ലേ, സ്വർണം കൊടുക്കാം, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ രേഖകളോ ശമ്പള സർട്ടിഫിക്കറ്റോ ഒക്കെ നൽകിയിട്ടാണ് ഈടായിട്ട് നൽകുന്നത്. ഇനി മറ്റു ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, വിവിധ സേവനങ്ങൾ പ്രദാനം ചെയ്യൽ. പൊതുജനങ്ങൾക്കായി വാണിജ്യ ബാങ്കുകൾ വിവിധ തരത്തിലുള്ള ബാങ്കിങ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് നൽകുന്നുണ്ട്. ATM സർവീസുകൾ, ലോക്കർ സൗകര്യമൊക്കെ എന്താണ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന പ്രധാന ധർമ്മങ്ങളാണ്.
ഇനി ബാങ്കുകളും സാങ്കേതിക വിദ്യയും. മൊബൈൽ ബാങ്കിംഗ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയിലൂടെ ലഭ്യമാക്കുന്നു. അല്ലേ? അതാണ് സാങ്കേതികവിദ്യ. അതായത് ഫോണും ലാപ്ടോപ്പും ഒക്കെ വന്നതിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്? ഓൺലൈനായിട്ട് നമുക്ക് ബാങ്കിങ് ഇടപാടുകൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബാങ്ക് ഇടപാടുകൾ ഇന്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനത്തെ ഓൺലൈൻ ബാങ്കിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഓൺലൈനായിട്ട് ലഭിക്കുന്ന എന്താണ്? ഇന്റർനെറ്റ് കൂടെ ലഭിക്കുന്നത്, അല്ലേ? ഇന്റർനെറ്റ് വഴി നമുക്ക് ഈ ബാങ്ക് ഇടപാടുകൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നിശ്ചിത സമയത്തും ദിവസങ്ങളിൽ മാത്രം ലഭ്യമായിരുന്ന ബാങ്കിംഗ് സേവനങ്ങൾ വർഷത്തിൽ 365 ദിവസവും ലോകത്തിലെവിടെയും ലഭ്യമായത് സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ കൊണ്ടാണ്. ഇടപാടുകളുടെ വേഗം വർദ്ധിക്കുവാനും സാങ്കേതിക വിദ്യ സഹായകരമാണ്, അല്ലേ? അതായത് എന്താ പറഞ്ഞത്? നമുക്ക് ഇപ്പം ബാങ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലേ ഓരോ മുടക്കുകൾ ഉണ്ടായിരിക്കും. നമുക്ക് കറക്റ്റ് സമയത്തൊന്നും കാശ് കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ ഓൺലൈൻ ബാങ്കിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ബാങ്കിൽ പോകേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് പറയുന്നത്. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം അല്ലെങ്കിൽ NEFT എന്ന് വെച്ചെന്താണ്? അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കുവാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനമാണ് ഈ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഉപയോഗപ്പെടുത്തിയാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് IFSC ഉപയോഗിച്ചിട്ടാണ് ഈ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വാണിജ്യ ബാങ്കുകളല്ല, നമുക്ക് ഈ സാങ്കേതിക വിദ്യ വന്നതിന് ശേഷം വന്നിട്ടുള്ളൊരു കാര്യമാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് RTGS എന്ന് വെച്ചാൽ എന്താണ്? അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ RBI കൊണ്ടുവന്ന സംവിധാനമാണ് RTGS എന്ന് പറയുന്നത്. അതായത് വലിയ തുകകളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ RTGS ആണ് ഉപയോഗിക്കുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനായിട്ട് ഇതുകൊണ്ട് പറ്റും. ഇനി എന്താണ് കോർ ബാങ്കിങ്? ഒരു ബാങ്കിൻ്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനത്തെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇടപാടുകൾ നടത്തുന്നതിന് അക്കൗണ്ടുള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല. ഇത് ഇടപാടുകാർക്ക് ഏറെ സൗകര്യമാണ്. ഒരു ബാങ്കിൻ്റെ ഏത് ശാഖയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? ഇപ്പോൾ നമ്മുടെ ഫെഡറൽ ബാങ്ക് ആണ്, വേറൊരാളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കാശ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നേരെ നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇനി യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ UPI വഴി നമുക്ക് കാശ് അയക്കാനായിട്ട് പറ്റും, അല്ലേ? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് UPI. ഇതുവഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കുന്നു. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കുവാനും അതുവഴി ലളിതവും സുരക്ഷിതവുമായ ഇടപാടുകൾ നടത്താനും കഴിയുന്നു. ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, അതുപോലെ ഭീം UPI, ആമസോൺ പേ എന്നിവയൊക്കെ ചില UPI ആപ്ലിക്കേഷൻസ് ആണ്. UPI ആപ്ലിക്കേഷൻസ് നമുക്കറിയാനാണ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, അല്ലേ? ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കാശ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സൈബർ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും ഏറെ സഹായിക്കുമെങ്കിലും സുരക്ഷാ കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനും ഒരു പോരായ്മയുണ്ട്, അല്ലേ? എന്താണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ? ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ ബാങ്കിൻ്റെ കുറച്ച് ധർമ്മങ്ങൾ മാത്രമാണ് ഇവർ ചെയ്യുന്നുള്ളൂ. ബാങ്കുകളെ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കാവില്ല. നമുക്ക് കൊണ്ടുപോയിട്ട് നിക്ഷേപം ഇടാറുണ്ടല്ലോ, അല്ലേ? ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ടല്ലോ, അത് ചെയ്യാനായിട്ട് പറ്റില്ല ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക്. ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ കഴിയില്ല. പണം പിൻവലിക്കാനും ചെക്ക് ഉപയോഗിച്ച് കഴിയില്ല. അപ്പോൾ പണം നമുക്ക് നിക്ഷേപിക്കാനും പറ്റില്ല, ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനായിട്ട് പറ്റില്ല. ആ സ്ഥാപനങ്ങളെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹൗസിംഗ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു നിക്ഷേപങ്ങൾ അവരെ അധികം വായ്പകൾ നൽകുന്നു എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്യുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രിക്കുന്ന ആരാണ്? ഈ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? RBI ഉണ്ട്. അതുപോലെ തന്നെ SEBI, അതുപോലെ തന്നെ IRDA, NSB തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ഇൻഷുറൻസ് കമ്പനികൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? LICയും GIC ആണ്. മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? UTI ആണ്, അല്ലേ? UTI. അതുപോലെ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്ന് വെച്ചാൽ KSFE എന്നിവയെല്ലാം ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇൻഷുറൻസ് കമ്പനികൾ, അതുപോലെ തന്നെ UTI അതായത് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ
ബാങ്കിതര ധനകാര്യ കമ്പനികൾ, അതായത് KSFE. ഓക്കെ, അപ്പോൾ ഈ KSFEനെ കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിലുള്ള ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് KSFE എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായിട്ട് 1969 ഇത് സ്ഥാപിതമായത്. 1969 KSFE സ്ഥാപിതമായത്. സ്വർണ്ണപ്പണയം, വ്യക്തിഗത വായ്പ, ബിസിനസ് വായ്പ, വാഹന വായ്പ, ഭവന വായ്പ, മൈക്രോ ഫിനാൻസ്, ചിട്ടികൾ തുടങ്ങി വിവിധ സേവനങ്ങൾ KSFE ശാഖകളിലൂടെ നൽകി വരുന്നുണ്ട്. സ്വർണ്ണപ്പണയം, വ്യക്തിഗത വായ്പ, ബിസിനസ് വായ്പ, വാഹന വായ്പ, ഭവന വായ്പ, മൈക്രോ ഫിനാൻസ്, ചിട്ടികൾ എന്നിവയൊക്കെ KSFE നൽകി വരുന്നുണ്ട്. വിവിധ ശാഖകളുടെ ശൃംഖല വഴിയും ഇടപാടുകാരുടെ ശക്തമായ പിന്തുണ കൊണ്ടും കേരളത്തിൽ KSFE സാന്നിധ്യം ശക്തമാണ്. ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകൾ. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും സംരംഭകർക്ക് പണം ആവശ്യമാണ്. ഇതിൽ നല്ലൊരു ശതമാനവും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സാണ് വായ്പ എന്ന് പറയുന്നത് നമുക്ക് പറയാം. ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ, അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ 2 തരത്തിലുള്ള വായ്പാ സ്രോതസ്സുകളുണ്ട്. ഔപചാരികമുണ്ട്, അനൗപചാരികമുണ്ട്. സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനത്തെയാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനത്തെയാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായ സംവിധാനങ്ങളെയാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. സംഘടിതമല്ല, അതുപോലെ തന്നെ സ്ഥാപനവൽക്കരിക്കപ്പെടുന്നില്ല എന്നിവയാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സംഘടിതമാണ്, സ്ഥാപനവൽക്കരിക്കപ്പെട്ടതുമാണ്, നിയന്ത്രിതവുമാണ്. സംഘടിതമാണ്, സ്ഥാപനവൽക്കരിക്കപ്പെട്ടതാണ്, നിയന്ത്രിതമാണ്. ഇതൊക്കെയാണ് ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, സ്വാശ്രയ സംഘങ്ങൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെന്താണ് ഔപചാരികമായിട്ടുള്ള വായ്പാ സ്രോതസ്സുകളാണ്. എന്നാൽ അനൗപചാരിക എന്ന് പറയുമ്പോൾ പ്രാദേശിക പണമിടപാട്, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തമ്മിലുള്ളത്, മറ്റു മാർഗങ്ങളൊക്കെ എന്താണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകളാണ്. ഇനി വായ്പാ നിക്ഷേപ അനുപാതം അല്ലെങ്കിൽ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ എന്തും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഇപ്പോൾ 2-3 ടേംസ് കൂടി കഴിഞ്ഞാൽ കഴിയും കേട്ടോ. ഓക്കെ 2-3 പേജ് കൂടെ ഉള്ളൂ. എന്താണ് വായ്പാ നിക്ഷേപ അനുപാതം എന്ന് വെച്ചാൽ ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് വായ്പാ നിക്ഷേപ അനുപാതം എന്ന് പറയുന്നത്. തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന് എത്ര ഭാഗം വായ്പയായിട്ട് നൽകിയത്. ഇത് നോക്കുന്ന ആരാണ്? RBI ആണ്. ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ വലിയൊരു ഭാഗം വായ്പയ്ക്കായി നൽകുക എന്നതാണ്, വായ്പയായി നൽകി എന്നാണ്. അതായത് നമുക്കറിയാം വായ്പ നമ്മൾ നൽകുകയാണ് നിക്ഷേപങ്ങൾ എന്നാണ് പറയുന്നത്. നിക്ഷേപത്തിൻ്റെ വലിയൊരു ഭാഗം വായ്പയായിട്ട് നൽകിയെന്ന് പറയുന്നതാണ് ഈ ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉയർന്ന വായ്പാ നിക്ഷേപം എന്ന് വെച്ചാൽ എന്താണ് അവിടെ ഉയർന്നിട്ടായിട്ടുള്ളത് മാറിയത്? വായ്പയാണ് അല്ലേ? വായ്പയാണ് ഉയർന്നതായിട്ട് മാറിയിരിക്കുന്നത്. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ വലിയൊരു ഭാഗം വായ്പയായിട്ട് നൽകി എന്ന് പറയുന്നതാണ് ഈ വായ്പാ നിക്ഷേപം അനുപാതം കൂടുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ വലിയൊരു ഭാഗം വായ്പയായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. ഇനി സാമ്പത്തിക ഉൾച്ചേർക്കൽ. പണത്തിൻ്റെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രയോജനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നത് രാജ്യം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാങ്കിങ് സേവനങ്ങൾ സാധാരണക്കാർ, ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ, അതുപോലെ അരികുവൽക്കരിക്കപ്പെട്ടവർ എന്നിവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സാമ്പത്തിക ഉൾച്ചേർക്കൽ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച എന്നിവ ത്വരിതപ്പെടുന്നത്. ഇതിനായിട്ട് എന്തൊക്കെയാണ് നോക്കിയിട്ടുള്ളത്? എന്തൊക്കെയാണ് ഇത്? എല്ലാവർക്കും ഈ ബാങ്കിങ് ബാങ്കിങ് സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നല്ലേ, അതാണ് പറയുന്നത് സാമ്പത്തിക ഉൾച്ചേർക്കൽ എന്ന് വെച്ചാൽ. ആരൊക്കെയാണ് വരുന്നത്? അപ്പോൾ ബാങ്കിങ് സേവനങ്ങൾ സാധാരണക്കാർ, ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ടവർക്കൊക്കെ എത്തിയിട്ടുണ്ടോ നോക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബാങ്ക് ദേശസാൽക്കരണം. ബാങ്കുകളുടെ പ്രവർത്തനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായി 1969 14 ബാങ്കുകൾ, 1980 6 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പഠിച്ചു വയ്ക്കുക. ബാങ്ക് ദേശസാൽക്കരണം നടന്ന 2 ഇയേഴ്സാണ്. 1969 14 ബാങ്കുകളാണ്, 1980 6 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്. ഈ ദേശസാൽക്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക, കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക, വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുക, സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സഹകരണ ബാങ്കിങ് സംവിധാനങ്ങൾ എന്ന് വെച്ചതാണ്
ഗ്രാമീണർ, സാധാരണ കർഷകർ എന്നിവർക്ക് ബാങ്കിംഗ് സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാൻ സഹകരണ ബാങ്കുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക, കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പ നൽകുക എന്ന് പറയുന്നതൊക്കെ സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യമാണ്. അതായത് നമുക്കറിയാം, നമ്മെ കടമെടുക്കുക ഓരോരുത്തർ വീട്ടിൽ വലിയ കുറച്ച് നമ്മൾ പോയിട്ട് പലിശയ്ക്കൊക്കെ കടം വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ, പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ നിന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ബാങ്കുകാർ തന്നെ കുറച്ച് ചെറിയൊരു വായ്പ നൽകുകയാണ്, ചെറിയൊരു പലിശ നിരക്കിൽ വായ്പ നൽകുക. അതുപോലെ തന്നെ എന്താണ് ഈ പണമിടപാടുകാരില്ലേ, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നൊക്കെ രക്ഷിക്കുക സാധാരണക്കാരെ. അതുപോലെ കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കൊക്കെ വായ്പകൾ നൽകുന്നതുകൊണ്ടാണ്. ഇതൊക്കെയാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി കേരള ബാങ്കിനെ കുറിച്ചുകൂടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. കേരള ബാങ്കിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ 1914 തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെ 1915 തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്ത മൂലമാണ്. അപ്പോൾ 1915 കേന്ദ്ര സഹകരണ ബാങ്കായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. 1914 സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെയാണ് 1915 തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായിട്ട് രജിസ്റ്റർ ചെയ്ത് 1916 ജനുവരി 18 ബാങ്കിങ് പ്രവർത്തിച്ചു തുടങ്ങി. 1916 ബാങ്കിങ് പ്രവർത്തിച്ചു തുടങ്ങാണ്. 66 ജൂലൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 2ാം പട്ടികയിൽ ഉൾപ്പെട്ടത്. റിസർവ് ബാങ്ക് ഓഫ് ആക്ട് എന്ന് പറയുന്നത് 2019 കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കുകളായിട്ട് മാറി. കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. കേരള ബാങ്ക് 223 ശാഖകളായിട്ട് കേരളത്തിലെ 14 ജില്ലകളിലും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ, സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തൽ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ എന്നിവയാണ് കേരള ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യ പ്രതിബദ്ധത, ഗ്രാമീണ വികസനം, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്തുണ നൽകാനൊക്കെ ഈ ബാങ്കിൻ്റെ ലക്ഷ്യങ്ങളാണ്. അതുപോലെ ബാങ്കിൻ്റെ ഓഹരിയിൽ 40% കേരള ഗവൺമെൻറ്റാണ്, 30% ജില്ലാ സഹകരണ ബാങ്കിനും 30% മറ്റുള്ളവർക്കുമാണ്. നിരവധി ബാങ്കിംഗ് സേവനങ്ങൾ കേരള ബാങ്ക് നൽകുന്നുണ്ട്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പ നൽകുക, മറ്റ് പണമിടപാടുകൾ നടത്തൽ എന്നിവയൊക്കെ അതിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ATM സർവീസ്, ആധുനിക ബാങ്കിംഗ് സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ നടപ്പിലാക്കുന്നുണ്ട്. ഇനി എന്താണ് മൈക്രോ ഫിനാൻസ് എന്ന് വെച്ചാൽ? പരമ്പരാഗത ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ, കുടുംബങ്ങൾ, ബിസിനസ്സുകാർ എന്നിവർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിനായിട്ടാണ് മൈക്രോ ഫിനാൻസ് പ്രവർത്തിച്ചു വരുന്നത്. പരമ്പരാഗത ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനമുള്ള ആൾക്കാർക്കും, വ്യക്തികൾക്കും, കുടുംബങ്ങൾക്കും, ബിസിനസ്സുകാർക്കൊക്കെ ദാരിദ്ര്യം കുറയ്ക്കുക, സ്ത്രീകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയ്ക്ക് മൈക്രോ ഫിനാൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ദാരിദ്ര്യം കുറയ്ക്കുക, സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. 1983 ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് മൈക്രോ ഫിനാൻസ് മികച്ച ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ഗ്രാമീൺ ബാങ്കിൻ്റെ ശില്പി ആരാണ്? മുഹമ്മദ് യൂനസ് ആണ്. പാവപ്പെട്ടവരുടെ ബാങ്കർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? മുഹമ്മദ് യൂനസ് ആണ്. 1983 അദ്ദേഹം സ്ഥാപിക്കുന്നത്. കേരളത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിലാണ്. അപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ ഫിനാൻസിന് ഉള്ളിൽ വരുന്നതാണ്. ഗ്രാമീണ ബാങ്കും അതുപോലെ തന്നെ ഗ്രാമീൺ ബാങ്കും അതുപോലെ തന്നെ കുടുംബശ്രീയും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരളത്തിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. അയൽക്കൂട്ടം, സ്വയം സഹായ സംഘങ്ങൾ എന്നിവർ വഴി ലഘു നിക്ഷേപം സ്വീകരിച്ചും ആവശ്യാനുസരണ വായ്പകൾ നൽകിയും ഈ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു. ഇനി എന്താണ് ജൻധൻ അക്കൗണ്ട് എന്ന് വെച്ചാൽ? രാജ്യത്തെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്ന പദ്ധതിയാണ് ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാവരെയും ബാങ്കിങ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 0 മിനിമം ബാലൻസ് അക്കൗണ്ട് ഇതിൻ്റെ സവിശേഷതയാണ്. താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ് ശീലം വളർത്തുക എന്ന് പറയുന്നതൊക്കെ ഇത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അടുത്ത കാലത്തായി സാമ്പത്തിക ഇടപാടുകൾക്കായി ഡിജിറ്റൽ കറൻസി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഭൗതിക കറൻസികൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നതിനായി ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സംവിധാനം, ഇ വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവയും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നതിനായിട്ടാണ് ആധാറിലെ ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചിട്ട് പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നതിനായിട്ട് ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സംവിധാനം, ഇ വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവയും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറ്റുന്നതിന് അതൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് പിക്ചറിൽ. ഉൽപ്പാദനം, ഉപഭോഗം, വിതരണം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സക്രിയമാക്കുന്നതിൽ പണം പ്രധാന പങ്ക് വഹിക്കുന്നു. പണം ഡിജിറ്റൽ രൂപത്തിലെത്തിയതോടുകൂടി ക്രയവിക്രയങ്ങളുടെ എണ്ണവും വ്യാപ്തിയും വർദ്ധിച്ചു. മാറുന്ന ലോകക്രമത്തിനനുസരിച്ചുള്ള കറൻസികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉപഭോഗത്തിനായി വിപണിയിൽ ചെലവഴിക്കപ്പെടുന്ന പണം നേരിട്ട് ഉൽപ്പാദകരിലും വിതരണക്കാരിലും എത്തുമ്പോൾ സമ്പാദ്യത്തിനായി മാറ്റിവെക്കപ്പെട്ട പണം വായ്പകളായി സംരംഭകരിലേക്ക് എത്തിക്കുന്ന ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ്. പണത്തിൻ്റെ കൈമാറ്റം പ്രോത്സാഹിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും ഗണ്യമായ പങ്ക് വഹിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വ്യാപനവും ഉപയോഗവും പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ബാങ്കിംഗ് സൗകര്യം നിലവിലില്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിലുള്ളവരുടെയും ബാങ്കിംഗ് ശൃംഖലയുടെ ഭാഗമാകാൻ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ.